ഒന്നാമത്തത് ഇസ്ര അല്ല, ഇസ്ര എന്താ എഴുതിയത്? നിങ്ങളൊക്കെ എന്താ എഴുതിയത്? സൃഷ്ടിച്ചു. ആ അതിൽ നോക്ക്. രണ്ടാമത്തെന്ന് പറഞ്ഞത് സ്ത അല്ലേ? എന്താ എഴുതിയത്? എന്താ ചെയ്ത്? വേറെന്തോ പറഞ്ഞല്ലോ, വാസ്തവം അല്ലെ? ഞാൻ എഴുതിയത് വസ്തുക്കൾ എന്നാണ്. വസ്തുക്കൾ, വസ്തു എന്ന് എഴുതിയാ മതി. എന്ത് എഴുതാ? ഇനി സ്റ്റ അല്ലെ? സ്റ്റ എന്താ എഴുതിയത്? നിങ്ങളൊക്കെ എന്താ എഴുതിയത്? സ്റ്റ കൊണ്ട് എന്താ എഴുതിയത്? എന്താ എഴുതിയത്? ഒന്നും എഴുതിയിട്ടില്ല. നിശ്ചയം. ശപിച്ചു പറ്റൂല, അവിടെ സ്റ്റാന്നില്ലല്ലോ. നിശ്ചയം, നിശ്ചയം ഞാൻ എഴുതിയതാണ്. പിന്നെ എന്താ അല്ലേ? എന്താ എഴുതിയത്? എന്താ കൊണ്ട് എന്താ എഴുതിയത്? ഒച്ച. ഞാൻ എഴുതിയത് സന്താനം. സന്താനം ഏതാത്തൊരു എഴുതിക്കോളി, സന്താനം. പിന്നെ ഉണ്ടാ. നിങ്ങളൊക്കെ എന്താ എഴുതി? ഉണ്ടാ കൊണ്ട് എന്താ എഴുതിയത്? പാചകങ്ങൾ ഉണ്ടാക്കണം നമ്മള് അല്ലെ? സന്തോഷത്തോടെ. ഫസ്റ്റ് സന്തോഷത്തോടെ. ഇനി പറയും, അവർ സന്തോഷത്തോടെ ജീവിച്ചു. രണ്ടാമത്തെ എന്താ? വസിച്ചു അല്ലെ? അവർ സ്വർഗത്തിൽ വസിച്ചു എന്ന് പറയാ. വാഴ്ത്തുന്നു. ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു. പഠിപ്പിച്ചു. അവിടെ എന്താ പറയാ? ഉസ്താദ് എന്നെ പഠിപ്പിച്ചു അല്ലെ പറയാ, അല്ലെങ്കിൽ ഉസ്താദ് ഖുർആൻ പഠിപ്പിച്ചു. പ്രദർശിപ്പിച്ചു. കച്ചവടക്കാരൻ വിൽക്കാനുള്ള വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. അങ്ങനെ പറയാം. നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ചു അല്ലേ? പറഞ്ഞൂടെ? അപ്പൊ ഇത്രയുമാണ്. അത് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതണം. ഇതന്നെ എഴുതണം എന്നില്ല, നമ്മൾ ഉണ്ടാക്കിയ വാക്കുകള് നോട്ട് ബുക്കിലല്ല വർക്ക് ബുക്കില് എഴുതാം. സന്തോഷത്തോടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നുകൂടി പറയും. അവർ സന്തോഷത്തോടെ ജീവിച്ചു, വസിച്ചു. അവർ സ്വർഗത്തിൽ വസിച്ചു. വാഴ്ത്തുന്നു. ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു അല്ലെ? പഠിപ്പിച്ചു. ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചു അല്ലെ? പ്രദർശിപ്പിച്ചു. കച്ചവടക്കാരൻ വിൽക്കാനുള്ള വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ചു. അപ്പൊ പുസ്തകത്തിലുള്ള കുറച്ച് ചോദ്യങ്ങള്. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി ആരാണ്? ആരാണ്? മനുഷ്യരല്ലേ? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? എന്ത് മണ്ണിൽ നിന്ന്? കളിമണ്ണിൽ നിന്ന്. ഏത് വസ്തു കൊണ്ടാണ് അള്ളാഹു താല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? തീ കൊണ്ട് അല്ലെ? ആരാണ് മനുഷ്യ പിതാവ്? ആരാ? ആദം നബി അലൈഹിസ്സലാം അല്ലെ? ഹവ്വാ ബീവി അള്ളാഹു താല സൃഷ്ടിച്ചത് എവിടെ വെച്ചാ? ഭൂമിയിൽ വെച്ചാണോ? അല്ല. എവിടെ വെച്ചാ? സ്വർഗത്തിൽ വെച്ച് അല്ലെ? സ്വർഗത്തിൽ വെച്ചാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു താല കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് അല്ലെ? ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ? പിന്നെ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബ്ലീസിനെ തടഞ്ഞത് എന്താണ്? അവന്റെ അഹങ്കാരം അല്ലെ? അവന്റെ അഹങ്കാരം തടഞ്ഞു അല്ലെ? ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്താ പറഞ്ഞത്? തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ വെറും കളിമണ്ണുകൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ എന്ന് പറഞ്ഞു അല്ലെ?
ഇതൊക്കെ നമ്മളെ പുസ്തകത്തിലുണ്ട് ടാ. അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? അത് നബിക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ട്, ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്യാത്തത് കൊണ്ട് പുറത്താക്കി അല്ലേ. അതുപോലെ ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ അല്ലേ, അഹങ്കാരം പാടില്ല അല്ലേ. അഹങ്കാരം കാണിച്ചതുകൊണ്ട് ഇബ്ലീസിനെ എന്താക്കി? അള്ളാഹു സ്വർഗത്തു നിന്ന് പുറത്താക്കി. ഇതൊക്കെയാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം. അഹങ്കാരം ശരിയല്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ ഇനി നമുക്ക് 2 ദിവസം മദ്രസ ഒഴിവാണ്, 2 ദിവസം മദ്രസ ഒഴിവാണ്, വ്യാഴം വെള്ളി ഒഴിവാണ്. അപ്പൊ ഇതിന് ഉത്തരമൊക്കെ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ വർക്ക് ബുക്കിൽ എന്ത് ചെയ്യണം? നമ്മള് വീട്ടിൽ നിന്ന് എഴുതണം. ഇന്ന് പോയിട്ട് കുറച്ച് എഴുതാ, നാളെ കുറച്ച് എഴുതാ, മറ്റന്നാളെയും കുറച്ച് എഴുതാ. അപ്പൊ കുറച്ചുണ്ടാവുള്ളൂ. ഇന്ന് രാത്രി ആവുമ്പോത്തിന് എന്ത് ചെയ്യാ? അല്ലെങ്കിൽ രാത്രി കുറച്ച് എഴുതാ, നാളെ കുറച്ച് എഴുതാ, മറ്റന്നാളെയും കുറച്ച് എഴുതാ അല്ലേ. ശനിയാഴ്ച പിന്നെ മദ്രസക്ക് വരുമ്പോഴൊക്കെ ഫുള്ളാകണം. നമുക്ക് പുതിയ പാടെടുക്കണം കേട്ടാ. അപ്പൊ എല്ലാവരും അതൊക്കെ ചെയ്യാ ഇൻഷാ അല്ലാഹ്.